മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ വചന ശുശ്രൂഷാ സമയത്ത് കർത്താവിൻ്റെ അനുഗ്രഹങ്ങളും കൃപകളും ധാരാളമായി സ്വീകരിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. പരിശുദ്ധമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ വചന ശുശ്രൂഷാ സമയത്ത് ഈ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിലേക്ക് ദൈവവചനത്തിലൂടെ കടന്നു വന്നൊരു ചിന്തയാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. ആ ചിന്തയുടെ തലക്കെട്ട് ഏകദേശം ഇപ്രകാരമാണ്: ക്രിസ്തു നിന്നെ ചോദ്യം ചെയ്യട്ടെ. ക്രിസ്തു നിന്നെ ചോദ്യം ചെയ്യട്ടെ. ഈശോ നിന്നെ ചോദ്യം ചെയ്യട്ടെ. എന്താണ് ഈശോ നിന്നെ ചോദ്യം ചെയ്യട്ടെ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി നൂറുകണക്കിന് ചോദ്യങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ അതിൽ ഈശോയോട് ചോദ്യം ചോദിക്കുന്നതും ഈശോ ചോദ്യം ചോദിക്കുന്നതുമായ അനേകം സംഭവങ്ങളും അവസരങ്ങളും കാണുവാനായിട്ട് സാധിക്കും. വളരെ ചുരുക്കം ചില ചോദ്യങ്ങൾക്ക് മാത്രം ഈശോ ഉത്തരം നൽകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. പല ദുർഘടമായ സാഹചര്യങ്ങളിലും ഈശോ അനുവർത്തിച്ചിരുന്ന ഒരു ശൈലി എന്ന് പറയുന്നത് തിരിച്ച് ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ്. ഓരോ വ്യക്തിയുമാണ് ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സുവിശേഷങ്ങൾ വായിച്ച്, മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ സുവിശേഷങ്ങൾ വായിച്ച് ഈശോ എത്ര ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് കണ്ടുപിടിക്കുന്നത് നല്ലതാണ്. തിരുവചനം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനും പഠിക്കാനും ശ്രദ്ധയോടെ വായിക്കാനും ഇത് നമ്മെ ഏറെ ഉപകരിക്കും. യേശുവിൻ്റെ ചോദ്യങ്ങളെക്കുറിച്ചാണ് എൻ്റെ മനസ്സിലേക്ക് ചിന്ത വന്നത്. യേശുവിൻ്റെ ജീവിതം തന്നെ ആരംഭിക്കുന്നത് ഒരു ചോദ്യത്തിലൂടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ദൈവദൂതൻ പരിശുദ്ധ അമ്മയുടെ പക്കലേക്ക് കടന്നു വന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഈശോ ഉരുവാകുന്ന നിമിഷം ഒരു ചോദ്യത്തിലൂടെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 34-ാം തിരുവചനം. പരിശുദ്ധ അമ്മ ചോദിക്കുന്നു, ഇതെങ്ങനെ സംഭവിക്കും? ഒരു ചോദ്യത്തിലൂടെയാണ് ക്രിസ്തു സംഭവം തന്നെ ചുരുൾ നിവർത്തുന്നതായിട്ട് എനിക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതോടൊപ്പം തന്നെ വളരെ ചെറുപ്പമായിരുന്നപ്പോൾ ബാലനായ യേശുവിനെ ദേവാലയത്തിൽ കണ്ടുമുട്ടിയപ്പോൾ പരിശുദ്ധ അമ്മ ചോദിക്കുന്ന ചോദ്യം ഉണ്ട്. ആ ചോദ്യത്തിന് സാധാരണ രീതിയിൽ ഉത്തരമല്ലേ പറയേണ്ടത്, മറിച്ച് ഈശോ ഉത്തരമല്ല, തിരിച്ച് ചോദ്യമാണ് അമ്മയോട് ചോദിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 49-ാം തിരുവചനത്തിലാണ് നമ്മൾ കാണുന്നത്: നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതല്ലേ? യേശുവിൻ്റെ ഒരു ശൈലി ഇവിടെ വെളിവാകുന്നതായി ഞാൻ തിരിച്ചറിയുന്നു. ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാതെ ചോദ്യങ്ങൾക്ക് മറുചോദ്യം കൊടുത്തുകൊണ്ട് ഒരു ഉത്തരം എന്ന രീതിയിൽ പ്രത്യുത്തരിക്കാൻ ഈശോ
അവിടെ ഉരുമ്പിടുന്നതായിട്ട് നമ്മൾ കാണുന്നു. തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പരിശുദ്ധ അമ്മ അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചതായിട്ട് പറയുന്നു. അതെല്ലാം ജീവിതത്തിൽ ആഴങ്ങളിലേക്ക് ഉൾക്കൊണ്ടതായിട്ട് പറയുന്നു. ഈ ഒരു ശൈലി യേശുവിൻ്റെ തനതായൊരു ശൈലിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു, ഈശോ ആദ്യം സംസാരിക്കുന്നത് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. യേശു തൻ്റെ മിനിസ്ട്രി, തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 38-ാം തിരുവചനത്തിലാണ് നമ്മളത് കാണുന്നത്. നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? നിങ്ങൾ എന്തന്വേഷിക്കുന്നു? ആ ചോദ്യത്തിന് ഉത്തരമായിട്ടെന്ന രീതിയിലാണ് യോഹന്നാന്റെ സുവിശേഷം മുഴുവനായി വിരചിതമായതെന്ന് നമുക്ക് തോന്നിപ്പോകും. നീ ആരെയാണ്, അല്ലെങ്കിൽ നീ എന്താണ് അന്വേഷിക്കുന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും യോഹന്നാൻ ക്രമീകരിച്ച് വയ്ക്കുക. ഇങ്ങനെയുള്ളൊരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെയാണ് വന്നത്, സുവിശേഷത്തിൽ പല രീതിയിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഈശോ ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ യേശുവിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ശിഷ്യന്മാരോട് ഈശോ എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാകുക? തൻ്റെ കൂടെ സന്തത സഹചാരികളായി എപ്പോഴും ആയിരിക്കുന്ന ശിഷ്യന്മാരോട് എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാകുക? 4 സുവിശേഷത്തിലും തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ചതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് കണ്ടുപിടിക്കുന്നത് നല്ലതാണ്. ഈശോ എത്ര ചോദ്യങ്ങൾ ചോദിച്ചു, ഏത് സാഹചര്യങ്ങളിലൊക്കെ ചോദിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ കുറെ കൂടെ ക്രിസ്തു സംഭവം കൂടുതൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ചോദ്യങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ചില ചോദ്യങ്ങൾ പല രീതിയിൽ ആവർത്തിക്കുന്നതായിട്ട് കാണുവാനായിട്ടാണ് എനിക്ക് സാധിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു 5 തരത്തിൽ 5 തലത്തിൽ വേണമെങ്കിൽ ഈശോ ചോദ്യങ്ങൾ ചോദിച്ച് ശ്ലീഹന്മാരെ ശക്തിപ്പെടുത്തിയതായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തേത് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, ഈശോ തൻ്റെ ശിഷ്യന്മാരോട്, തൻ്റെ കൂടെ ആയിരിക്കുന്നവരോട് ഏറ്റവും മർമ്മപ്രധാനമായ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചിട്ടുള്ളത് വിശ്വാസത്തെ സംബന്ധിച്ചാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പ്രത്യേകിച്ച് വിശ്വാസത്തെ സംബന്ധിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഈശോ ഒരത്ഭുതം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഈ അത്ഭുതം കണ്ടിട്ടും നീ വിശ്വസിക്കുന്നില്ലേ? ഈ അത്ഭുതം കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടും നീ ഗ്രഹിക്കുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 26-ാം തിരുവചനം, അല്പവിശ്വാസികളെ നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? 14-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം 31-ാം തിരുവചനം, അല്പവിശ്വാസി നീ സംശയിച്ചത് എന്തിന്? പത്രോസിനോട് നേരിട്ട് ചോദിക്കുന്ന ചോദ്യമാണത്. വീണ്ടും 15-ാം അധ്യായം 34-ാം തിരുവചനം, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? അപ്പം വർദ്ധിപ്പിച്ച് അടയാളങ്ങൾ കാണിക്കുവാൻ പോകുന്ന, അത്ഭുതങ്ങൾ കാണിക്കുവാൻ പോകുന്ന ആ സമയത്ത് ഈശോ ചോദിക്കുന്ന ചോദ്യമാണ്. വീണ്ടും 16-ാം അധ്യായം 8-ാം തിരുവചനം, അല്പവിശ്വാസികളെ അപ്പം ഇല്ലാത്തതിനെ പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് എന്തിന്? വീണ്ടും കുറെ കൂടെ ശക്തമായ രീതിയിൽ വിശ്വാസത്തെ സംബന്ധിച്ച് ശ്ലീഹന്മാരോട് ചോദിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ മനസ്സിലാക്കുന്നത്, ആത്യന്തികമായി ഈശോ ആഗ്രഹിച്ചിരുന്നത് ഈ ശ്ലീഹന്മാരെ, അപ്പസ്തോലന്മാരെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുക എന്നുള്ളതാണ്. അതേ ചോദ്യങ്ങൾ തന്നെയായിരിക്കും ഇന്നും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഈശോ ചോദിക്കുന്നത്. നീ നിന്റെ വിശ്വാസത്തിൽ ആഴപ്പെടണം, യേശുവിനുള്ള സ്നേഹത്തിൽ നീ ആഴപ്പെടണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്ന ചോദ്യങ്ങൾ എന്നും നമ്മുടെ മുന്നിൽ ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, ക്രിസ്തു
നിന്നെ ചോദ്യം ചെയ്യട്ടെ, ക്രിസ്തു നമ്മെ ചോദ്യം ചെയ്യട്ടെ. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 7-ാം തിരുവചനം, വിശ്വാസമില്ലാത്തതും കുറെ കൂടെ ശക്തമേറിയ വാക്ക് ഈശോ ഉപയോഗിക്കുന്നതാണ്, വഴിപിഴച്ചതുമായ, പെർവെർട്ടഡ് എന്നുള്ളൊരു വാക്കാണ് ഇംഗ്ലീഷ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണുന്നത്. വഴിതെറ്റിപ്പോകുന്നു, സ്വന്തം വഴിക്ക് പോകുന്നു, നേരായ മാർഗത്തിലൂടെയല്ല അതിൽ നിന്ന് വഴിമാറിപ്പോകുന്ന ഒരു തലമുറയോടാണ് ഈ ശ്ലീഹന്മാരെ ഉപമിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും, എത്ര നാൾ നിങ്ങളോട് ഞാൻ ക്ഷമിച്ചിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ആത്യന്തികമായ ചോദ്യം ഈശോ ചോദിക്കുന്നത് വിശ്വാസത്തെ സംബന്ധിച്ചാണ്. ശ്ലീഹന്മാരുടെ അടിസ്ഥാനപരമായ ജീവിതത്തിൽ ഈ ആഴമായ വിശ്വാസം ഉണ്ടാകണമെന്ന്, യേശുവിൽ വിശ്വസിക്കണമെന്ന് തന്നെ, ഈ ദൈവപുത്രനിൽ വിശ്വസിക്കണമെന്ന് തന്നെ, അങ്ങനെ ഉണ്ടാകണമെന്ന് തൻ്റെ ശിഷ്യന്മാർക്ക് അങ്ങനെയുള്ള ഒരു വിശ്വാസ ജീവിതചര്യ ഉണ്ടാകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അതനുസരിച്ച് ചോദ്യങ്ങളാണ് ഈശോ ചോദിക്കുന്നത്. 2009 പൗരോഹിത്യ വർഷം പ്രത്യേകമായി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ബെനഡിക്ട് 16 മാർപ്പാപ്പ വിശുദ്ധ ജോൺ മരിയ വിയാനിയെ എടുത്തുയർത്തിക്കൊണ്ട്, എല്ലാ പുരോഹിതരുടെയും മധ്യസ്ഥനായി എടുത്തുയർത്തിക്കൊണ്ട് അതിനൊരു ക്യാപ്ഷൻ നൽകിയത് ഇപ്രകാരമാണ്: ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ്, ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് പ്രീസ്റ്റ്. പുരോഹിതരുടെ വിശ്വാസത്തിലേക്ക് ഊതി നിൽക്കുന്ന ഒരു ക്യാപ്ഷനായിട്ട് ഞാനതിനെ കാണുകയാണ്. പ്രത്യേകമായി ഈശോ ഈ അർത്ഥത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് വീണ്ടും ലൂക്കായുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും പ്രത്യേകമായി യോഹന്നാന്റെ സുവിശേഷത്തിലും ഈ വിശ്വാസത്തെ അധിഷ്ഠിതമാക്കിയുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുന്നതായി കാണുവാനായിട്ട് സാധിക്കും. അതിന് ഉപയോഗിക്കുന്ന വാക്കുകൾ കുറെ കൂടെ അർത്ഥമുള്ളതാണ്. ലിറ്റിൽ ഫെയ്ത്ത്, അല്പവിശ്വാസി, അല്ലെങ്കിൽ വിശ്വാസമില്ലാത്ത തലമുറ. ഗ്രീക്ക് ഭാഷയിൽ അപ്പിസ്തോസ്, വിശ്വാസമില്ലാത്ത തലമുറ. അതുപോലെ തന്നെ അല്പവിശ്വാസി. കുറെ കൂടി ആഴത്തിൽ ഈശോ ചോദിക്കുന്ന ചോദ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം അടിസ്ഥാനപരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. നിങ്ങളിതിൽ വിശ്വസിക്കുന്നുവോ? ഞാൻ ചെയ്ത ഈ അത്ഭുതത്തിൽ ഞാൻ ദൈവപുത്രനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് ചോദിച്ചുകൊണ്ട് ഈശോ ചോദ്യം ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു, ഒരു ചോദ്യചിഹ്നമാണത്. ശിഷ്യന്മാരോടായിട്ട് ചോദിക്കുന്ന ചോദ്യമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മെ ചോദ്യം ചെയ്യട്ടെ. ഒന്നാമത്തേതും അടിസ്ഥാനപരമായും ചോദ്യം ചെയ്യേണ്ടത് നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ചാണ്. എങ്ങനെയാണ് നിന്റെ വിശ്വാസം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വിശ്വാസം ആഴപ്പെടേണ്ടത്? രണ്ടാമത്തെ ചോദ്യങ്ങൾ, ഒരു സെറ്റ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒരു വ്യക്തിയുടെ സഹന ജീവിതത്തെ സംബന്ധിച്ചുകൊണ്ടാണ്. ഒരു വ്യക്തി എങ്ങനെയാണ് യേശുവിനോട് ചേർന്ന് നിന്ന് സഹിക്കേണ്ടത്, അല്ലെങ്കിൽ സഹിക്കുന്നത് എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈശോ ഉന്നയിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ ശിഷ്യന്മാരോടായിട്ട് ചോദിക്കുന്നു, ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കാൻ കഴിയുമോ? ഒരു ക്രിസ്തു ശിഷ്യൻ ഞാൻ പോയ വഴിയിൽ കൂടെ, സഹനത്തിന്റെ വഴിയിൽ കൂടെ തന്നെ യാത്ര മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഈശോ ഓർമ്മിപ്പിച്ചു തരികയാണ്. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ, കൂടുതൽ ആഴപ്പെടുത്തി ചോദിക്കുകയാണ്, കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന സ്നാനം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മുക്കുക എന്നുള്ള അർത്ഥമാണ്. ബാപ്റ്റിസോ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ബാപ്റ്റൈസ് എന്ന വാക്ക് വരുന്നത്, ബാപ്റ്റിസം എന്ന വാക്ക് വരുന്നത്. മുക്കുക എന്നുള്ളതാണ്. സഹനത്തിൽ മുങ്ങി ജീവിക്കാൻ നിനക്ക് സാധിക്കുമോ എന്നാണ് ഒരു ക്രിസ്തു ശിഷ്യനോട് ഈശോ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ അന്തരാർത്ഥം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തേതായി പ്രത്യേകമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ സഹനത്തിൻ്റെ പാതയിലൂടെ ഒരു ക്രിസ്തു ശിഷ്യൻ മുന്നോട്ട് പോകണമെന്ന് ഈശോ വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിച്ചു തരികയാണ്. മൂന്നാമത്തെ ചോദ്യങ്ങളുടെ ഒരു സെറ്റ് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക,
ജാഗ്രതയുള്ള വ്യക്തിയായിരിക്കണം എന്നുള്ളതാണ്. ക്രിസ്തീയ പുണ്യങ്ങളിൽ ഒരു വലിയ പുണ്യമായി ഞാൻ കണക്കാക്കുന്നത് ജാഗ്രത എന്ന പുണ്യമാണ്. പലപ്പോഴും ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിൽ ജാഗ്രത കുറവ് കൊണ്ട് ഉണ്ടാകുന്ന അപകട മേഖലകളുണ്ട്, പാപ മേഖലകളുണ്ട്. ഈശോ വളരെ വ്യക്തമായി ഈ ജാഗ്രത കുറവിനെ കുറിച്ച് ചോദ്യം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ശിഷ്യന്മാരുടെ അടുത്ത് ചില ചോദ്യങ്ങൾ ഇപ്രകാരമാണ്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 40-ാം തിരുവചനം, എന്നോടുകൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലേ? ഈശോ ചോദിക്കുന്ന ചോദ്യമാണ്. വീണ്ടും ചോദിക്കുന്നു, നിങ്ങൾ ഇപ്പോഴും ഉറങ്ങി വിശ്രമിക്കുന്നുവോ? വീണ്ടും ശിമിയോനോടായിട്ട് ചോദിക്കുന്നു, ശിമിയോനെ നീ ഉറങ്ങുന്നുവോ? 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ? ലൂക്കായുടെ സുവിശേഷത്തിലാണെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്നത് എന്ത് എന്ന് ഈശോ വ്യക്തമായിട്ട് ചോദിക്കുകയാണ്. ഗ്രെഗോറിയോ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്ക്, അതിൻ്റെ അർത്ഥം ജാഗ്രത എന്നുള്ളതാണ്. കീപ് അവേക്ക്, എപ്പോഴും ഉണർന്നിരിക്കുക. എന്നിട്ട് ഈശോ പറയുന്ന ആ വാക്കിൻ്റെ ആന്തരികമായ അർത്ഥം ഇപ്രകാരമാണ്: ബി സ്ട്രോങ്, ബി പവർഫുൾ, ബി ഏബിൾ. ശക്തിയുള്ള വ്യക്തിയായിരിക്കുക, കഴിവുള്ള വ്യക്തിയായിരിക്കുക, ഉണർവുള്ള വ്യക്തിയായിരിക്കുക. ഉണർവോടുകൂടെ ഒരു വിശ്വാസി കർത്താവിൻ്റെ മുന്നിൽ വ്യാപരിക്കണമെന്ന് ഈശോ വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിച്ചു തരികയാണ്. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ജോൺ മരിയ വിയാനി പുരോഹിതരോടായിട്ട് പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ചിന്താശകലം ഇപ്രകാരമാണ്: പുരോഹിതരെ, നിങ്ങളുടെ ആത്മാവ് ടെപ്പിഡ് ആയിട്ടുള്ള ഒരു ആത്മാവാണെന്നാണ് പറയുന്നത് ചില പുരോഹിതരുടെ. ആ വാക്കിൻ്റെ അർത്ഥം കൂടുതൽ തിരുവചനവുമായി ബന്ധപ്പെടുത്തി നോക്കുകയാണെങ്കിൽ വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 15-ഉം 16-ഉം തിരുവചനങ്ങളിലൂടെ അതിൻ്റെ ഉത്തരം നമുക്ക് ലഭിക്കുവാനായിട്ട് സാധിക്കും. നീ ചൂടോ തണുപ്പോ ഉള്ളവനായിരിക്കുക, അല്ലെങ്കിൽ ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും എന്നുള്ളൊരു തിരുവചനം. പ്രത്യേകിച്ച് ഒരു ചൂടുമില്ല, ഒരു തണുപ്പുമില്ല, അങ്ങനെ ആയിരിക്കുന്നൊരവസ്ഥ. നമ്മളൊക്കെ ചിലപ്പോൾ നല്ല ചൂടുവെള്ളത്തിൽ പച്ചവെള്ളം ഒഴിച്ച് കുറച്ച് കഴിയുമ്പോൾ ഒരു വാട്ടവെള്ളം പോലെയായി മാറുന്നുണ്ട്. ഞാൻ ഓർക്കുന്നു, പ്രത്യേകിച്ച് നൊവിഷ്യേറ്റ് കാലഘട്ടത്തിലാണ് യോഗ പരിശീലിക്കുന്നത്, യോഗ സ്പിരിച്വാലിറ്റി പരിശീലിക്കുന്നത്. ഒരു വൈദികൻ യോഗയുടെ സ്റ്റെപ്പുകൾ ഞങ്ങളെ ഓർമ്മപ്പെടുത്തി തന്നത് ഓർക്കുന്നുണ്ട്. അതിൽ യോഗയുടെ ഭാഗമായി ഓർക്കുന്നു, ഇങ്ങനെ ഒരു വാട്ടവെള്ളം പുലർച്ചെ എല്ലാവരും കൂടി ഒരുമിച്ച് കുടിച്ച്, അത് കഴിഞ്ഞ് ആ വാട്ടവെള്ളം കുടിച്ച് അവസാനം കഴുത്ത് വരെ എത്തി, അവസാനം അത് എല്ലാം കൂടി തുപ്പിക്കളയുമ്പോൾ വയറെല്ലാം ശുദ്ധിയായി തീരുമെന്നാണ് ഞങ്ങളെ ഓർമ്മിപ്പിച്ചു തന്നത്. ഞാൻ ഓർക്കുകയാണ് ഈ സാഹചര്യത്തിൽ നമ്മളായിരിക്കേണ്ടത് ജാഗ്രതയുള്ള വ്യക്തിയായിരിക്കണം എന്നുള്ളതാണ്. അല്ലാതെ ഒരു വാട്ടവെള്ളം പോലെ ആയിരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് ഈ ചോദ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഈശോ ചോദിക്കുന്ന ചോദ്യങ്ങൾ വീണ്ടും നീ ശക്തി പ്രാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. അടുത്തൊരു തലം എന്ന് പറയുന്നത് ശുശ്രൂഷയുടെ തലമാണ്. ശുശ്രൂഷയുടെ തലത്തെ സംബന്ധിച്ച് ഈശോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 27-ാം തിരുവചനം, ആരാണ് വലിയവൻ, ഭക്ഷണത്തിനിരിക്കുന്നവനോ പരിചരിക്കുന്നവനോ? ഭക്ഷണത്തിനിരിക്കുന്നവനല്ലേ? എന്നിട്ട് ഈശോ പറയുന്നു, ഞാൻ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷകനെ പോലെയാണ്. പരിചരിക്കുന്നവനാകണം ഒരു വിശ്വാസി, യേശുവിൽ വിശ്വസിക്കുന്നൊരു വ്യക്തി. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വീണ്ടും കാണുന്നു, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ? യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം ശിഷ്യന്മാരുടെ കാല് കഴുകിക്കൊണ്ട് ശുശ്രൂഷയുടെ വലിയ മാതൃക കാണിച്ചെന്ന സമയത്താണ് ഈ ചോദ്യം ശിഷ്യന്മാരോട് ആയിട്ട് ഈശോ ചോദിക്കുന്നത്. ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ? ഇതുപോലെ തന്നെ നിങ്ങളും ചെയ്യണമെന്ന് തന്നെയാണ്, ശുശ്രൂഷയുടെ ഒരു ജീവിതം നയിക്കണമെന്ന് തന്നെയാണ് ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് ഈശോയും ആവർത്തിക്കുന്നത്. അവസാനത്തെ ഒരു തലം ചോദ്യങ്ങൾ
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തെ സംബന്ധിച്ചാണ്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന 5-ാം തിരുവചനം, മത്സ്യമൊന്നും ലഭിക്കാത്ത അവസരത്തിൽ ഈശോ ചോദിക്കുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് മീൻ വല്ലതും ലഭിച്ചുവോ? വീണ്ടും പത്രോസിന്റെ ആധികാരികമായി 3 പ്രാവശ്യം എല്ലാവരെക്കാളും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ, ഹൃദയം തകർന്നുകൊണ്ട്, ചങ്ക് തകർന്നുകൊണ്ട് നീ എല്ലാം അറിയുന്നുവല്ലോ എന്ന് പറയുന്ന പത്രോസിനെ നമ്മൾ കാണുന്നു. സ്നേഹത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈശോ യോഹന്നാന്റെ സുവിശേഷം ഒരു തരത്തിൽ അവസാനിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തെയും നമ്മുടെ സഹന ജീവിതത്തെയും ജാഗ്രതയുള്ള ജീവിതത്തെയും ശുശ്രൂഷാ ജീവിതത്തെയും ദൈവത്തിനോടും സഹോദരങ്ങളോടുമുള്ള സ്നേഹ ജീവിതത്തെയും ആസ്പദമാക്കിക്കൊണ്ടാണ് തൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരോട് ഈശോ കൂടുതലായി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. മറ്റ് കുറച്ച് ചോദ്യങ്ങൾ ഇല്ല എന്നുള്ളതല്ല അർത്ഥമാക്കുന്നത്, കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് ഇതിലാണ്. പത്രോസിനോട് ചോദിക്കുമ്പോഴും ബ്രദർലി ലവിലേക്ക് കടന്നു വരുവാൻ ഈശോ പ്രത്യേകമായി പത്രോസിനെ ഓർമ്മിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, സുവിശേഷങ്ങൾ വായിക്കുക. ഈശോ എത്രയേറെ ചോദ്യങ്ങൾ ശിഷ്യരോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തിപരമായി പഠിക്കുവാനായി പരിശ്രമിക്കുന്നൊരു കാലഘട്ടമായി ഇതിനെ മാറ്റട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ഈശോ എന്നെ ചോദ്യം ചെയ്യട്ടെ. ആഴമായ വിശ്വാസത്തിലേക്കും സഹന ജീവിതം ഏറ്റെടുക്കുവാനും പ്രത്യേകമായി ജാഗ്രതയുള്ള വ്യക്തിയായി തീരുവാനും സ്നേഹത്തിൽ വളരുവാനും ശുശ്രൂഷ ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവാനും കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.